ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3-ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1-ാമത്തെ യൂണിറ്റാണ്. 3-ാം ക്ലാസ്സിലെ സിലബസും പുസ്തകങ്ങളും മാറിയ വിവരം മക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. നമുക്ക് പഠിക്കാനുള്ളത് പുതിയ പാഠങ്ങളാണ് കേട്ടോ. ശ്രദ്ധയോടെ നല്ല കുട്ടികളായിട്ട് പഠിച്ചു തീർക്കുക. 1-ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് മക്കളെ? കനകച്ചിലങ്ക എന്നാണ്. കനകം എന്ന് വെച്ചാൽ എന്താണ്? കനകം എന്ന് വെച്ചാൽ സ്വർണം. ചിലങ്ക എന്ന് വെച്ചാലോ? ചിലങ്ക നമുക്കറിയാം അല്ലേ, കാലിൽ നൃത്തം ചെയ്യുന്നവർ കെട്ടുന്നതാണ് എന്ത്? ചിലങ്ക. അപ്പോൾ കനക ചിലങ്ക എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ചിലങ്ക അല്ലേ? അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പതുക്കെ പതുക്കെ പഠിച്ചു പോവാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നോക്കിക്കേ, പി.ടി. ഭാസ്കര പണിക്കർ എഴുതിയ ഒരു 2 വരി കവിത നമുക്കിവിടെ തന്നിട്ടുണ്ട്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. എന്താ മക്കളെ ഈ 2 വരികളുടെ അർത്ഥം? അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന എന്ന് വെച്ചാൽ പറഞ്ഞു തന്ന അല്ലെങ്കിൽ പാടിത്തന്ന, അമ്മ പറഞ്ഞു തന്ന ഭാഷയാണ് ഞങ്ങൾക്ക് അമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ ഞങ്ങളെ പഠിപ്പിച്ച ഈ ഭാഷ ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളുടെ അമ്മയെപ്പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ മലയാള ഭാഷയെ പി.ടി. ഭാസ്കര പണിക്കർ അമ്മയോട് ഉപമിച്ചിരിക്കുകയാണ്. അതായത് മലയാള ഭാഷ സ്വന്തം പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയാള ഭാഷയുടെ ഏതാനും പ്രത്യേകതകളെ കുറിച്ചായിരിക്കും നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. നോക്കൂ, ആദ്യം നമുക്കൊരു പാട്ടാണ്. കാക്കിരി പൂക്കിരി എന്നാണ് പാട്ടിൻ്റെ പേര്. പാട്ടെഴുതിയത് രാമകൃഷ്ണൻ കുമരനല്ലൂരാണ്. ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. എന്തെങ്കിലും മനസ്സിലായോ മക്കൾക്ക്? എന്തിനെക്കുറിച്ചാണെന്തെങ്കിലും മനസ്സിലായോ? അതെ, ഇതൊരു തേന്മാവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാമ്പഴത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്. കാക്കിരി പൂക്കിരി ഒരു തേന്മാവ് എന്ന് വെച്ചാൽ എന്താണ്? തേൻ പോലെ മധുരമായ മാമ്പഴം തരുന്ന മാവാണ് തേന്മാവ്. അപ്പോൾ ആ തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, എത്താത്ത ഒരു കൊമ്പത്ത്, അതായത് മുകളിലായിട്ട് കാക്കിരി പൂക്കിരി മാങ്ങകൾ എങ്ങനെ പഴുത്തു തൂങ്ങുന്നു. ആ എത്താക്കൊമ്പത്ത് എന്താണ്? മാങ്ങകൾ എങ്ങനെ പഴുത്തു തൂങ്ങുന്നു. ഒരുപാട് മാങ്ങകൾ പഴുത്തു തൂങ്ങി നിൽക്കുന്നുണ്ട്. കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു വിളിക്കുന്നു. ഈ മാമ്പഴം കണ്ടിട്ട് എന്താണ്? കുട്ടികളെല്ലാവരും ആർത്തു വിളിക്കുകയാണ്. ഈ മാമ്പഴം കണ്ടിട്ട് സന്തോഷം കൊണ്ട് കുട്ടികൾ അങ്ങനെ തുള്ളിച്ചാടി ആർത്തു വിളിക്കുകയാണ്. ആ സമയത്തോ കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു. കുട്ടികൾ ആർത്ത് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശക്തിയായ കാറ്റ് വീശുന്നു. ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് കാറ്റിൻ കയ്യുകൾ എന്ത് ചെയ്യുന്നു? കൊമ്പ് കുലുക്കുന്നു. കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായും മാവിൻ്റെ ചില്ലകൾ, കൊമ്പുകളെല്ലാം ആടിയുലയില്ലേ? അപ്പോൾ കാറ്റ് വീശുന്ന സമയത്ത് ഈ മാവിൻ്റെ കൊമ്പ് കുലുങ്ങുന്നു. കാറ്റ് വീശുന്ന സമയത്ത് ഈ മാവിൻ്റെ കൊമ്പുകൾ കുലുങ്ങുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്ത് വീഴുന്നു. കൊമ്പ് കുലുങ്ങുന്ന സമയത്തോ ഈ തേന്മാവിൽ നിന്നും നല്ല തേൻ പോലെ മധുരമായ മാമ്പഴം 4-5 നിലത്തേക്ക് വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. ആ മാമ്പഴങ്ങളെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ഓടിച്ചെന്ന് പെറുക്കിയെടുക്കുന്നു. എന്താണെന്നിട്ട് ആ മാമ്പഴത്തെ പറഞ്ഞിട്ടുള്ളത്? തേൻ തുള്ളികൾ എന്നാണല്ലേ. അത്രയേറെ മധുരമായതായിരുന്നു ആ മാമ്പഴങ്ങൾ.
അപ്പോൾ കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ മക്കൾക്ക്? ഒരു തേന്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു തേന്മാവിൻ്റെ മുകളിലത്തെ കൊമ്പിൽ ഒരുപാട് പഴുത്ത മാമ്പഴങ്ങൾ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ മാമ്പഴങ്ങൾ കണ്ടിട്ട് കൊച്ചു കൊച്ചു കുട്ടികൾ, നിങ്ങളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു മക്കൾ എന്ത് ചെയ്യുന്നു? ആർത്ത് വിളിക്കുകയായിരുന്നു. സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു നല്ലൊരു കാറ്റ് വീശുന്നു. കാറ്റ് വീശുന്ന സമയത്ത് മാവിൻ്റെ കൊമ്പുകളെല്ലാം ആടി ഉലയുന്നു. അപ്പോൾ ഒരു 4-5 മാമ്പഴം താഴേക്ക് വീഴുന്നു. കുട്ടികൾ ആ മാമ്പഴം സന്തോഷപൂർവ്വം അതുപോലെ ആഹ്ലാദപൂർവ്വം മാമ്പഴം നുണയുന്നു. ഇനി നമുക്ക് അതിന് താഴെ ഏതാനും ചോദ്യം തന്നിട്ടുണ്ട്. നോക്കിക്കേ. ചോദ്യം 1, താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. മക്കൾക്ക് നല്ല രീതിയിൽ താളത്തിൽ കവിത ചൊല്ലാൻ അറിയുമല്ലോ. ടീച്ചർക്ക് ചൊല്ലിക്കൊടുത്ത് നോക്കണേ. ചോദ്യം 2, ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാമാണ്? ഏതോ 2 വാക്കുകൾ ഈ കവിതയിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഏതാണ് മക്കളെ വാക്കുകൾ? കാക്കിരി പൂക്കിരി എന്ന 2 വാക്കുകളാണ് അല്ലേ? അതെല്ലാ വരികളിലും ആവർത്തിക്കുന്നില്ലേ? ആ 2 വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. നിങ്ങൾക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത്? നല്ല പൂത്ത് നിൽക്കുന്ന മാമ്പഴമായിട്ടാണോ, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി കളിക്കുന്ന കുട്ടികളുടെ ഒരു പ്രതീതിയായിട്ടാണോ, എന്തായിട്ടാണ് തോന്നുന്നത്? അത് നിങ്ങളുടെ കൂട്ടുകാരുമായും ടീച്ചറുമായും പങ്കുവയ്ക്കുക. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച് ചിത്രം വരച്ചു നിറം നൽകി ഭംഗിയാക്കൂ. നോക്കിക്കേ, നമുക്കറിയാം കവിത എന്തിനെക്കുറിച്ചാണ്? ഒരു മാവിനെ കുറിച്ചാണ്, മാമ്പഴത്തെക്കുറിച്ചാണ്. അതിന് ചുറ്റുമായി ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന രൂപമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനത്തെ ചിത്രമാണ് വരയ്ക്കേണ്ടത്? ഒരു മാമ്പഴം, അതിൽ നിറയെ മാമ്പഴങ്ങൾ പഴുത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട്. താഴെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെയൊരു ചിത്രം വരച്ച് മനോഹരമാക്കുക. ചിത്രം വരച്ചാൽ മാത്രം പോരാ, വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും വേണേ. അപ്പോൾ കാക്കിരി പൂക്കിരി എന്ന പാട്ട് മക്കൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്